ഈ ആഴ്ച വിസ്മയവാതായനങ്ങൾ നിങ്ങൾക്കായി തുറക്കുമ്പോൾ ഹരിത ഭംഗിയേറിയ ഒരു മനോഹര കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുന്നത്. മടിക്കൈ എന്ന മനോഹര ഗ്രാമത്തിന് തണലേകുന്ന മരമുത്തശ്ശിയാണ് ഇത്. വൃക്ഷങ്ങൾ സംരക്ഷിക്കണമെന്ന് ഘോരഘോരം പ്രസംഗിക്കപ്പെടുമ്പോഴും സംരക്ഷണം പ്രസംഗത്തിൽ മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയാണ് പലപ്പോഴും നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഗ്രാമത്തിന് തണലേകുന്ന മഹാവൃക്ഷത്തിന് എന്തു വന്നാലും സംരക്ഷണം നൽകണം, ഈ വൃക്ഷത്തെ മരമുത്തശ്ശിയായി പ്രഖ്യാപിക്കണമെന്ന് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കലക്ടർ ഇങ്ങനെ പത്രത്തിൽ നമ്മളൊരു പരസ്യം കണ്ടു, ഇങ്ങനെ മരമുത്തശ്ശിയായി. അങ്ങനെ പഞ്ചായത്ത് നമ്മളോട് പറഞ്ഞു, അങ്ങനെ അവർ പറഞ്ഞ എല്ലാ ഫോമും കാര്യങ്ങളും വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് അയച്ചിരുന്നു. പക്ഷെ അതിന് നമുക്കില്ല. ഇപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും വന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും അത് ഈ നാട്ടിൽ ഏറ്റവും വലിയ ആവശ്യമായിരിക്കും. കാരണം ഇവിടുത്തെ ഈ ചെറിയൊരു ഞാൻ പറഞ്ഞില്ല 5 റോഡ് സന്ധിക്കുന്ന അങ്ങോട്ട് കാഞ്ഞിരപ്പോയിൽ മുണ്ടോട്ട് ഭാഗത്തേക്ക് ബസ്, അതുപോലെ നീലേശ്വരം ഭാഗത്തേക്ക്, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക്, മാവുങ്കാല് ഭാഗത്തേക്ക്, ഒന്ന് സ്കൂളിലേക്ക്, അങ്ങനെ 5 റോഡ് സന്ധിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ എത്തുമ്പോൾ ആ ബസ് സ്റ്റോപ്പ് കൂടിയുണ്ട്. അപ്പോൾ ബസ്സിൽ നിന്ന് കാണുന്ന ഒരു വൃക്ഷമാണിത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും മാനസികമായിട്ടൊരു സന്തോഷമുണ്ടാകും. ഈ പ്രദേശത്തെത്തുമ്പോൾ ദൂരത്ത് നിന്ന് വരുമ്പോൾ മടിക്കൈ വരുന്നവരും ഒന്ന് ബസ്സിൽ വരുമ്പോൾ കാടും മലയൊക്കെ കാണുക. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ഇവിടുന്ന് വിശാലമായ സ്ഥലം, സ്കൂള്, അതുപോലെ ലൈബ്രറി, മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഈ സ്ഥലം വളരെ ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ ഇവിടെ ദൂരത്തുള്ള അധ്യാപകരാണ് ഇവിടെ, കോട്ടയത്തുനിന്നും കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുള്ള അധ്യാപകരാണ്. ഇന്നിപ്പോൾ നാട്ടുകാരന് ഏകദേശമായി. അപ്പോൾ അവർക്കൊക്കെ വളരെ ഈ പ്രദേശം ഇന്നിപ്പോൾ വന്നാൽ പറയും വളരെ അത് വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ കുറേ ഈ വൃക്ഷത്തെയൊക്കെ കുറച്ച് സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ് ചെയ്യണം. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇത്രയും പ്രായമുള്ള വൃക്ഷം വളരെ കുറവായിരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ മരമുത്തശ്ശിയാണ് പ്രഖ്യാപിക്കാൻ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറെ അർഹതയുണ്ടെന്ന് ഞങ്ങളന്ന് വിചാരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ അത് പ്രഖ്യാപിച്ചത് നമ്മളറിയില്ല, നമുക്കൊരു വിവരവും കിട്ടില്ല. ഏതായാലും നമ്മൾ ആവശ്യം ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഈ മരം സംരക്ഷിക്കാനും ഈ നാട്ടിൽ ഒരു നല്ല എല്ലാവർക്കും ആകർഷിക്കാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ, ഒരു വിനോദ കേന്ദ്രം പോലെ ഇവിടെ വരാനും ആ അമ്പലത്തെ കരയിലെ വൃക്ഷത്തെ കാണാനും സൗകര്യം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരൻ തന്നെ പറയാനുള്ളത്. ഈ വൃക്ഷത്തിന് പിന്നിൽ ഒരു വലിയ ഐതിഹ്യം തന്നെയുണ്ട്. ഈ ഐതിഹ്യത്തിന് വ്യക്തമായ സൂചനകൾ നൽകുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും സാധിക്കുന്നില്ല. അവ്യക്തമായ ആ ഐതിഹ്യത്തിലേക്ക് യാത്രയാവുകയാണ് ഞങ്ങൾ. 250 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഐതിഹ്യം യാത്ര തിരിക്കുമ്പോൾ തന്നെ ഞങ്ങളാകെ അങ്കലാപ്പിലായിരുന്നു. ഏകദേശം 250-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു മുക്കുവനും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് സംരക്ഷണമേകിയ കഥയാണിത്. മത്സ്യബന്ധകനായ ഗൃഹനാഥൻ പതിവ് പോലെ കടലിലേക്ക് യാത്രയാവും. പുറം കടലിൽ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന മുക്കുവൻ രാവിലെ മുതൽ പലതവണ വല വീശിയിട്ട് ഒന്നും ലഭിക്കുന്നില്ല. തളർന്നു തുടങ്ങിയ അദ്ദേഹം ഇലകളിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കുന്നു. ശേഷം കടലമ്മയ്ക്ക് നേരെ ദയനീയതയോടെ കനിവ് തേടി അദ്ദേഹം വീണ്ടും വല വീശുന്നു. ഇതിലെങ്കിലും മത്സ്യങ്ങൾ കുടുങ്ങുമെന്ന പ്രതീക്ഷയിൽ അല്പസമയം അദ്ദേഹം കാത്തുനിൽക്കുന്നു. ശേഷം നിരാശ നിഴലിക്കുന്ന മുഖഭാവവുമായി അദ്ദേഹം തൻ്റെ വലയിൽ കൈവയ്ക്കുന്നു. വീണ്ടും ഒന്നുകൂടി കാക്കുന്നു. പെട്ടെന്ന് ഒരു മിന്നൽ പോലെ അയാളുടെ ചുറ്റുവട്ടത്തെ കടലാകെ ഇളകി മറിഞ്ഞു. ഭയന്നുപോയ മുക്കുവന് ഒന്നും ചിന്തിക്കുവാനുള്ള സമയം കൊടുക്കാതെ താൻ നിൽക്കുന്ന വഞ്ചിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന മത്സ്യബന്ധന വല മുന്നോട്ട് കുതിക്കുവാൻ ആരംഭിച്ചു. കൂടെ തൻ്റെ വഞ്ചിയും. എടുത്തെറിഞ്ഞതുപോലെ മുക്കുവൻ കടലിനു നേരെ തെറിച്ചു പോകുവാൻ ഒരുങ്ങുന്നു. വഞ്ചിയുടെ ഒരറ്റത്ത് പിടികിട്ടിയ അയാൾ അതിൽ തൂങ്ങിക്കിടന്നു. പിടിവിട്ടു പോകാതെ സർവ്വബലവും ഉപയോഗിച്ച് മുറുകെ പിടിച്ചു കിടന്നു. കടൽക്ഷോഭമെന്ന് പെട്ടെന്ന് വിചാരിച്ചു എങ്കിലും പിന്നീട് അയാൾക്ക് മനസ്സിലായി കാരണം അതൊന്നുമല്ല. വലയുടെ മറ്റേ അറ്റത്ത് ഏതോ ഒരു വലിയ മത്സ്യം കുടുങ്ങിയിരിക്കുന്നു എന്ന്. അതൊരു തിമിംഗലമായിരുന്നു. എപ്പോഴോ വഞ്ചി കടലിനടിയിലെ അഗാധ നീലിമയിലേക്ക് താഴ്ന്നു പോയി. വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടന്ന എന്തോ ഒരു വസ്തുവിൽ അയാൾ പിടിച്ചു കയറി ഭയന്നു വിറങ്ങലിച്ച് ഇരുന്നു.
ആ ഇരിപ്പ് ഏകദേശം 2 ദിവസത്തോളം നീണ്ടു. ഇതേ സമയം തൻ്റെ ഭാര്യ കടൽക്കരയിൽ അയാളെ കാത്തിരുന്നു. തൻ്റെ ഭർത്താവ് മടങ്ങി വരും എന്നുള്ള വിശ്വാസമായിരുന്നു അത്. ആ കണ്ണുനീരിന് ഫലമുണ്ടായി. എവിടെ നോക്കിയാലും നീല നിറത്തിൽ കടൽ മാത്രം. തളർന്ന മുക്കുവൻ തൻ്റെ മരണം മുൻപിൽ കണ്ടു. പെട്ടെന്ന് അയാൾ അത് കണ്ടു. അങ്ങ് ദൂരെ, കണ്ണെത്താ ദൂരത്ത് ഒരു പച്ചപ്പ്. മരണം മുന്നിൽ കണ്ട മുക്കുവന്റെ കണ്ണിൽ ജീവതേജസ് ഉദിച്ചു. അവന്റെ ഹൃദയം ആർത്തിരമ്പി. തളർന്ന് വിവശനായ അയാളിലേക്ക് ഒരു പുതുജീവന്റെ അസാമാന്യ ശക്തി കടന്നുകൂടി. താനിരുന്ന വസ്തുവിന്റെ 2 സൈഡിലെ വെള്ളത്തിലേക്കും കൈകളിട്ട് കടലമ്മയെ പിന്നോട്ട് ആഞ്ഞു തള്ളി അയാൾ മുന്നോട്ട് കുതിച്ചു. ആ കുതിപ്പ് വന്നു നിന്നത് അറബിക്കടലേകുന്ന തണുത്ത കാറ്റേറ്റ് എല്ലാത്തിനും മൂകസാക്ഷിയായി നിൽക്കുന്ന ഈ മരമുത്തശ്ശിക്കരികിലേക്ക്. കടൽക്കരയിൽ നാളുകൾ തൻ്റെ കണ്ണു ചിമ്മാതെ കണവനെയും കാത്തിരുന്ന മുക്കുവ ഭാര്യയ്ക്ക് അയാളെ തിരികെ ലഭിച്ചു. ഐതിഹ്യങ്ങൾ സത്യമാകാം, മിഥ്യയാകാം, എന്തുമായിക്കൊള്ളട്ടെ. വലിയ പാരമ്പര്യമുള്ള തറവാട്ടു കാരണവരെ പോലെ തലയുയർത്തി പ്രതാപത്തോടെ നിൽക്കുന്ന ഈ വടവൃക്ഷത്തെ മരമുത്തശ്ശിയായി പ്രഖ്യാപിക്കണമെന്ന് ഈ നാട്ടുകാർ നാളുകളായി ആവശ്യപ്പെടുന്നു. മടിക്കൈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ കുറേ വർഷങ്ങളായിട്ട് ഉള്ള മരമാണ്. ഞാനിപ്പോൾ എനിക്ക് 57 വയസ്സായി. ഞാനിവിടെ 1ാം ക്ലാസ്സിൽ ചേരുന്ന അവസരത്തിൽ ഈ മരം ഇതേപോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം AKG ക്ലബ്ബും വെള്ളം കൂടി നല്ല തറയൊക്കെ കെട്ടി നല്ലതായി. സോ അതായത് പൊതുവായിട്ട് പല ഫംഗ്ഷൻ നടക്കുന്ന അവസരത്തിൻ്റെ ചോട്ടുന്നതാണ് നടക്കൽ എല്ലാ പരിപാടി. പിന്നെ ഒരു മരമുത്തശ്ശി തന്നെയാണ്. മരമുത്തശ്ശിയായി പ്രഖ്യാപിക്കണം നമ്മളെ പണ്ടേ ആഗ്രഹിക്കുന്നതെന്ന് വായനശാലയും അവരെല്ലാം പറഞ്ഞ് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെന്നില്ല. ഏകദേശം ഇപ്പോൾ പഴമക്കാരൊക്കെ പറഞ്ഞ് 350-ലധികം വർഷം പഴക്കമുണ്ട് ഇതിനാണ്. പിന്നെ പണ്ട് കാലത്ത് അമ്പലത്തിലേക്ക് മൂടലും വരുന്ന അവസരത്തിൽ ഇവിടുന്ന് വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ അന്ന് ആ കാലത്തുണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് നടത്തേണ്ടതാണ്. ആണ്ടിവിട്ടടക്കം നടത്തേണ്ടതാണ് ഇപ്പോൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയില്ല. അതിപ്പോൾ കുറേ കാലം കഴിഞ്ഞനുസരിച്ചിട്ട് ആ ഫംഗ്ഷനും കാര്യങ്ങളും നടത്തുന്ന മാറ്റി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് നാട്ടിൽ പഞ്ചായത്തിൻ്റെ പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികൾ കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് ഇവിടുന്നാണ് ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്തും കാര്യത്തിൽ നിന്നാണ് അവിടെ നടത്തുന്നത്. വയസ്സിലേറെ പ്രായമുള്ള ഈ നാട്ടുകാരൻ പറയുന്നു, താൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ഈ വൃക്ഷം ഇങ്ങനെ തന്നെ ഇവിടെ നിന്നിരുന്നതായി താൻ ഓർമ്മിക്കുന്നു എന്ന്. 1953 ഇവിടെ 1ാം ക്ലാസ്സിൽ സ്കൂൾ വരുന്ന സമയത്ത് 1ാം ക്ലാസ്സിൽ ആദ്യം പഠിക്കുമ്പോൾ ഈ മരം നമ്മളൊക്കെ വലിയ അത്ഭുതം നോക്കുന്ന ഒന്നാണ്. അന്നിവിടെ വലിയ നേരത്തെ പറഞ്ഞ പോലെ കാട് പ്രദേശമാണ്. പക്ഷേ ഇവിടെ അന്ന് ഞാൻ ചെറുപ്പത്തിലുണ്ടായ ഒരു വസ്തുത, ഇവിടെ കുംഭമാസം 20-ാം തീയതി ഒരു ആണ്ടിയൂട്ട്, കാവടി പൂജ, ആണ്ടിയൂട്ട് ഈ നാട്ടിൽ വലിയൊരു ഉത്സവമായിരുന്നു. അപ്പോൾ അതിന് ധാരാളം ആളുകൾ വൈകുന്നേരം കുംഭമാസം 20-ാം തീയതി വരും. ഇവിടെ വലിയ ആഘോഷമാണ്. ഒരു അമ്പു നായർ എന്ന് പറഞ്ഞ ആളാണ് ആണ്ടിയൂട്ട് നടത്തിയിരുന്നത്. അദ്ദേഹം പിന്നെ മരിക്കുന്ന സമയത്ത് കാവടിയൊക്കെ പളനിയിൽ കൊണ്ടുപോയി നിർത്തി പിന്നെ നിന്നു. പക്ഷേ ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മുമ്പ് തന്നെ ഇവിടെ വലിയ 2 ആൽവൃക്ഷം ഉണ്ടായിരുന്നു. 3 വൃക്ഷങ്ങളുണ്ടായിരുന്നു ഇവിടെ. ആൽവൃക്ഷം പോയി. പിന്നെ ഒരു തറ, വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ, മോരും വെള്ളം കൊടുക്കാനുള്ള ഒരു തറയുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ പണ്ടൊക്കെ ഇന്ന് ബസ് യാത്രാ സൗകര്യം വെച്ച് നടന്നു പോവാണ്. കാഞ്ഞങ്ങാടുന്ന ഇവിടത്തേക്ക് നടന്ന് ചുമടും കൊണ്ട് നടന്നു പോകുന്നവർ ചുമടൊക്കെ ഇവിടെ ഇറക്കി വെച്ച് വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് മുറുക്കി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ പോവാം. അപ്പോൾ എന്ത് പരിപാടിയുണ്ട്? അമ്പലത്തറ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 5 ദേവാലയങ്ങളുണ്ട്. മടിക്കൈ മാടം, കണിക്കൂലം, നാദക്കോട്ട്, പെരിയാങ്കോട്ട്, കന്നാടം പള്ളി.
പഴമക്കാരൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 100-300 വർഷത്തിലധികമായി എന്നില്ല ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ആ നെല്ല് പഴയ കാലത്തിലെ ആൾക്കാർ പറഞ്ഞു വരുന്നതാണ്. പഴയ കാലത്ത് ഈ പ്രദേശമൊക്കെ മുഴുവൻ കാടായിരുന്നു, അങ്ങനെ പറഞ്ഞത് മുഴുവൻ കാടായിരുന്നു, ജനവാസ യോഗ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ആല് എല്ലാ നിലയ്ക്കും ഒരു ആശ്വാസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ മേട് വന്ന് നിൽക്കാനും ഇവിടെ വെള്ളം കുടിക്കാനും ആൾക്കാർക്ക് തന്നെ ഇവിടെ വന്ന് എത്തുന്നൊരു അവസരം തന്നെ ഉണ്ടായിരിക്കും. പിന്നീട് ഈ ആല് പിന്നെ കടപ്പുറം നമ്മളെ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ ആലിനൊരു സംരക്ഷണമായിട്ട് കണ്ടുകൊണ്ട് കടലിൽ നിന്ന് ആ റോഡ് നേരെ തിരിച്ച് കിഴക്ക് ഭാഗത്തേക്ക് തിരിക്കുന്ന ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് കടപ്പുറത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ആ ഉത്സവകാലത്ത് വന്ന് ആ തെയ്യത്തെ പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രം നമ്മളെ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ആലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാസർഗോഡ് ജില്ലക്കകത്ത് തന്നെ ഇത് ഏറ്റവും ഒരു പഴക്കമുള്ളൊരു മരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ചരിത്രം പോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രമൊക്കെ തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ വഴിക്കകത്ത് ഇങ്ങനെ ഒരു മരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിൽക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പല ആൾക്കാരും പറഞ്ഞ പോലെ നമ്മളൊക്കെ പഠിക്കാൻ വരുമ്പോൾ ഇത് ഇതേപോലെ അതിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ തറയൊക്കെ തന്നെ പണ്ട് ഒരു ഉരുളങ്കല്ലായിരുന്നു, അതൊക്കെ തന്നെ മാറ്റി ഇവിടുത്തെ ചരിത്ര പിന്നെ സാംസ്കാരിക പ്രവർത്തനം ക്ലബ്ബ് പ്രവർത്തകർ ചേർന്നുകൊണ്ട് നല്ല ഇതിൻ്റെ തറയൊക്കെ കെട്ടി സംരക്ഷിച്ച് ഇന്നും ഇതിനൊരു കോട്ടൻ തട്ടായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ മരം എല്ലാ നിലയിലും ഒരു മരം മുത്തശ്ശിയായി അംഗീകരിക്കാണ്ട് വരെ യോഗ്യതയുള്ളതാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. നാടിൻ്റെ ഒരു പിന്നെ പേരും പൈതൃകവും ഒന്നും കൂടെ ഉയർത്തിപ്പെടുമെന്ന് ഞാൻ മനസ്സിലാവും. മടിക്കയെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം മൊത്തം എല്ലായിടത്തും ഉള്ളത്. മടിക്ക് നാട് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പാശ്ചാത്യമുള്ള നാടും കൂടിയാണ് മടിക്ക്. മടിക്കകത്ത് തന്നെ പഴയ കാലത്ത് ജന്മി കുടുംബങ്ങളൊക്കെ തന്നെയാണ് മടിക്കൊക്കെ തന്നെ അടക്കി ഭരിച്ചത്. ആ ജന്മി കുടുംബത്തെയൊക്കെ തന്നെ പൂർണ്ണമായി ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾ എല്ലാ നിലയും ഉയർന്നു പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ജന്മിത്വം പൂർണ്ണമായും തർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇപ്പോൾ വാരവും പാട്ടും അതുപോലെ തന്നെ ജന്മിത്വമൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രഖ്യാപിച്ച ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ധീരനായകന്മാരൊക്കെ തന്നെ വാരവും പാട്ടും കൊടുക്കില്ല എന്നും ജന്മിത്വം അംഗീകരിക്കില്ല എന്നും പ്രഖ്യാപിച്ച ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മടിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇല്ലതുകൊണ്ടാണ് മുത്തശ്ശി എന്ന് പറയുന്നത്. അതേ കണക്ക് പണ്ടേ ഇല്ല തലമുറ എല്ലാം കണ്ടു വളർന്നതാണ് ഈ ആൽമരം. അതുകൊണ്ട് ഈ നാടിൻ്റെ മുത്തശ്ശിയായിട്ട് ഇതാക്കുന്നത് എനിക്ക് താല്പര്യമാണ്. ഉച്ചയിലാകുമ്പോൾ നമുക്ക് കുറച്ച് തണലുണ്ടായതുകൊണ്ട് നല്ല ആശ്വാസമാണ്. വേനൽക്കാലത്തൊക്കെ നല്ലൊരു ആശ്വാസമാണ്. ഇവിടെ ഇരുന്നത് തണൽ നല്ല തണലാണ്. ഏറ്റവും വിഷമിച്ച് വെയിലത്തൊക്കെ നടന്നു വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് പോകാൻ വേണ്ടിയില്ല പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലവും കൂടിയാണ്. എന്തായാലും അധികാരികളുടെ കണ്ണുകൾ തുറക്കുവാനായി നമുക്കും കാത്തിരിക്കാം. പുതിയ വിസ്മയ കാഴ്ചകൾ തേടി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു.